ഹലോ ഗായ്സ്, നിങ്ങൾക്ക് എന്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന സിനിമയുടെ പേര് അരൂബി. ഇതൊരു സൂപ്പർ നാച്ചുറൽ ഹൊറർ സിനിമയാണ് എന്നാണ് ഇതിന്റെ സംവിധായകനും കഥ എഴുതിയ ആൾക്കാരും പിന്നെ ഇതിൽ അഭിനയിച്ചവരൊക്കെ പറയുന്നത്. പക്ഷെ ഈ ഒരു സിനിമ ഞാൻ കണ്ടപ്പോൾ ഇതിലൊരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവമോ അല്ലെങ്കിൽ ഒരു ഹൊറർ ഫീലിംഗ് ആയിട്ടുള്ള ഒരു തേങ്ങയുടെ മൂടോ ഒരു മാങ്ങാത്തൊലിയും ഇല്ലാത്ത ഒരു സിനിമ. ഇതിന്റെ പോസ്റ്ററൊക്കെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഭയങ്കരമായിട്ട് നമ്മളെ പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഭയങ്കരമായിട്ട് ഇരുത്തുന്ന ഒരു സിനിമയായിരിക്കും എന്നാണ് അരൂപി എന്ന് പറയുന്ന ഈ സിനിമയുടെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത്. പക്ഷെ സിനിമ കണ്ടപ്പോൾ സത്യം പറയാലോ, ഹൊറർ എന്ന് പറയുന്ന ഒരു സീനേയില്ല. തനി എന്താ നമ്മളൊരു ഒരു 10 അല്ലെങ്കിൽ ഒരു 20 വർഷം മുന്നേ കണ്ടിരുന്ന ചില ഹൊറർ സിനിമകളൊക്കെ ഉണ്ട്. അതായത് പ്രേതങ്ങനെ വരുന്നു, വന്നിട്ട് ഇങ്ങനെ പേടിപ്പിക്കുന്നു, ഓടിക്കുന്നു, പേടിപ്പിക്കുന്നു, ഓടിക്കുന്നു. അത് പേടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കത് കണ്ടു കഴിഞ്ഞാൽ പേടിയൊന്നും വരുന്നില്ല. അത് രീതിയിലുള്ള പ്രേതമാണ് കേട്ടോ. അതായത് ആ ഡ്രസ്സിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ണു തുറന്ന് നോക്കാന്നല്ലാണ്ട് നമുക്ക് പേടിയായിട്ടുള്ള സംഭവങ്ങളൊന്നും വരുന്നില്ല. അത്രയും ഭയാനകരമായിട്ടുള്ള യക്ഷിയാണ് ഈ സിനിമയിൽ ഉള്ളത്. പിന്നെ ഈ സിനിമയിലെ പാട്ട് നമ്മള് ഗോപി സുന്ദറാണ് ഇതിന്റെ പാട്ടൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്തോ ഈ സിനിമ മൊത്തത്തിൽ ഒരു ഫ്ലോപ്പ് പോലെ ആയിട്ടാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നുന്നത്. ഡയലോഗ് ആണെങ്കിലും പിന്നെ എന്താ പറയാ, അഭിനയിച്ച ആൾക്കാരാണെങ്കിലും ഇത് ശരിക്കും വേണമെങ്കിൽ ഈ ഒരു സിനിമ ഒരു ഷോർട്ട് ഫിലിം ആക്കി ഒരു അരമണിക്കൂറിനുള്ളിൽ തീർക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. കാരണം ഒരുപാട് ആൾക്കാർ 30 മിനിറ്റും 40 മിനിറ്റും ഷോർട്ട് ഫിലിം അടിപൊളി സാധനങ്ങൾ ഇറക്കുന്ന ഈ ഒരു ടൈമിൽ ഇതുപോലൊരു 1.25 മണിക്കൂർ അല്ലെങ്കിൽ ഒരു എന്താ പറയാ 2 മണിക്കൂറിന്റെ അടുത്ത് ഈ സിനിമ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നതിലൊന്നും ഒരു കാര്യമില്ല. കാരണം ആരും കാണില്ല. ഓൾറെഡി ഷോർട്ട് ഫിലിമുകൾ തന്നെ 15 മിനിറ്റ് 20 മിനിറ്റ് 30 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അടിപൊളി, അതായത് ഒരു നിമിഷം പോലും നമ്മളെ വേസ്റ്റ് ആക്കാത്ത രീതിയിൽ സൂപ്പറായിട്ട് ചെയ്യുന്ന ഒരുപാട് പിള്ളേര് ഹൊറർ ഷോർട്ട് ഫിലിമൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോ ആ ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള കോമാളിത്തരങ്ങൾ പിന്നെ എടുത്തു വെക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് ഈ ഒരു സിനിമ കാണുമ്പോൾ ഒരിക്കലും ഒരു ഭയം വരുന്നത് അല്ലെങ്കിൽ കുറച്ച് കോമഡി ഒക്കെ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, നമുക്ക് ഒരു ഫീലും വരുന്നില്ല. ഇതൊക്കെ എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ അഭിപ്രായങ്ങളൊക്കെയാണ് ഞാനീ പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ പോസ്റ്ററും കാര്യങ്ങളും അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഈ പടം ഭയങ്കര സംഭവമായിരിക്കും, നമ്മൾ ഹെഡ്ഫോണൊക്കെ വെച്ചിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇവിടെ ഒക്കെ പേടിക്കുന്ന സാധനങ്ങളൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ എന്നെ ഭയങ്കരമായിട്ട് നിരാശപ്പെടുത്തിയ ഒരു സിനിമയാണ് അരൂപി എന്ന് പറയുന്ന ഈ ഹൊറർ സൂപ്പർ നാച്ചുറൽ മൂവി. നിങ്ങൾ എത്ര ആൾക്കാർ ഈ സിനിമ കണ്ടെന്ന് അറിയത്തില്ല. കണ്ടവരുടെ അഭിപ്രായങ്ങൾ എന്തായാലും എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അറിയിക്കണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് എക്സ്പെക്ട് ചെയ്തായിരുന്നു ഈ സിനിമയുടെ ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ അതിനുള്ള സംഭവങ്ങളൊന്നും ഈ സിനിമയിൽ കാണാണ്ടായപ്പോൾ ഒരു വിഷമമാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മുടെ ഗോപി സുന്ദറൊക്കെ നല്ല പാട്ടുകളൊക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷെ ഈ സിനിമയിൽ എന്താണ് ഇങ്ങനെ പാട്ടൊക്കെ ചെയ്യുന്നത് അറിയത്തില്ല. പിന്നെ ആരുടെയും ഡയലോഗ് ഒരു രസമില്ല. ഡയലോഗിനനുസരിച്ചിട്ടുള്ള ഒരു എക്സ്പ്രഷനോ, അതായത് ഒരു എക്സ്പ്രഷൻ എന്താ പറയുക, നമ്മളെ മുഖത്തൊരു അഭിനയമോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതിപ്പോ നായകന്റെ ആണെങ്കിലും നായികയാണെങ്കിലും അതുപോലെ പ്രേതമായിട്ട് അഭിനയിക്കുന്ന പിന്നെ ഒരു അമ്മാവനായിട്ട് അഭിനയിച്ചൊരു ആള്, മൊത്തത്തില് പിന്നെ ഇതിലൊരു പോലീസുകാരൻ വരുന്നുണ്ട്. എല്ലാരും എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ട് അവസാനിപ്പിച്ച പോലെയാണ് തോന്നിയത്. കാരണം നമുക്ക് ഒരാളുടെ അഭിനയം നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. അതായത് പ്രേതത്തിന്റെ ആണെങ്കിൽ പോലും നമുക്ക് ഒരു ഒരു എന്തെങ്കിലും ഒരു ഫീല് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു പ്രേതത്തിനൊരു ഒരു ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള എങ്ങനെയാണോ മരിച്ചത്, ആ മരിച്ചതിനെങ്കിലും കുറച്ച് നമുക്കൊരു കാഠിന്യം തോന്നുന്നുണ്ട്. ഭയങ്കരമായിട്ട് കൊല ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രേതം അങ്ങനെയൊക്കെ രീതിയിൽ അതൊന്നുമില്ല. പിന്നെ അതിലിടയ്ക്ക് കുറച്ച് എന്താ പറയാ ആനിമേഷൻ കാണിക്കുന്നുണ്ട്, അത് വലിയ കുഴപ്പമൊന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ ചെറിയ രീതിയിൽ കാണിക്കുന്നുണ്ട്, തുടക്കത്തിൽ കാണിക്കുന്നതൊക്കെ. പക്ഷെ ഈ സിനിമ ഒന്നുകൂടി നല്ല അടിപൊളിയായിട്ട് ആ ഒരു പേരിനനുസരിച്ചിട്ട് നല്ല സൂപ്പറായിട്ട് എടുത്തിരുന്നെങ്കിൽ അടിപൊളി ഒരു സിനിമ ആയിരുന്നു. പക്ഷെ അതിന്റെ സ്ക്രിപ്റ്റ് മോശമാണ്. അതേപോലെ ഡയലോഗ് ആണെങ്കിലും കൊടുത്തിട്ടുള്ള അഭിനേതാക്കളാണെങ്കിലും അവരെ കൊണ്ട് വേണമെങ്കിൽ ഒന്നുകൂടി നല്ല രീതിയിൽ ചെയ്യിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ സിനിമയിൽ എനിക്ക് നല്ലതൊന്നും പറയാൻ തോന്നുന്നില്ല. പിന്നെ ഓക്കെ, ഒരു കാര്യമുണ്ട്, അവിടുത്തെ ആ ഒരു സ്ഥലങ്ങൾ നല്ല രസമുള്ള ഒരു സ്ഥലമായിരുന്നു. ആ ഒരു വീടും കുളം പിന്നെ ആ ചുറ്റുപാടുള്ള പ്രകൃതിയുടെ ഭംഗി കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. പക്ഷെ ബാക്കിയെല്ലാം ഒരുവിധം
മോശമാണ്. ഞാനിപ്പോഴും പറയുന്നുണ്ട്, ഈ ഒരു അരൂപി എന്ന് പറയുന്ന സിനിമ വേണമെങ്കിൽ ഒരു 40 മിനിറ്റിന്റെ ഷോർട്ട് ഫിലിം ആയിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. ഇത് ഇത്രയും വലിച്ചു നീട്ടേണ്ടതായിട്ടുള്ള ഒരു കഥയോ കാര്യങ്ങളൊന്നും ഈ സിനിമയിൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഒരു വിഷമം തോന്നി ഞാൻ ആ ഒരു സിനിമ കണ്ടപ്പോൾ. അയ്യോ, ഇതിങ്ങനെയായിരുന്നല്ലേ, കാണണ്ടായിരുന്നില്ല എന്ന രീതിയിൽ തോന്നിപ്പോയ ഒരു സിനിമയാണ് ഈ അരൂപി എന്ന് പറയുന്ന ഒരു സിനിമ. അതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. കാരണം എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ സത്യം പറഞ്ഞ വിഷമം തോന്നിയ കാരണം കൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സിനിമയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. അപ്പൊ നിങ്ങൾ എത്ര ആൾക്കാർ ഈ സിനിമ കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിൽ എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പൊ കാണാത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വേണമെങ്കിൽ കാണാം എന്നുള്ളൊരു രീതിയിലുള്ള ഒരു സിനിമ. ഭയങ്കരമായിട്ട് ഒന്നും ഹൊറർ ചിന്തിക്കരുത്, അല്ല ചില്ലറ സംഭവങ്ങളൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.